ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലൊരു മോർണിംഗ് വ്ളോഗാണ്. ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ചൊവ്വാഴ്ച വൈകിട്ട് മിഥുവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരം ഇങ്ങോട്ട് പോന്നു. വെക്കേഷനല്ലേ, പിന്നെ സനോജ് ചേട്ടൻ അവിടെ 2 കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോയിട്ട് നിന്നോളാൻ പറഞ്ഞു. പക്ഷെ നാളെ ഞാൻ തിരിച്ചു പോകും. അതായത് വ്യാഴാഴ്ച വൈകിട്ട് ഞങ്ങൾക്കൊരു കല്യാണ റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ തിരിച്ചു പോകാമെന്നുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പോൾ വിചാരിച്ചാൽ എന്തായാലും വീട്ടിലേക്ക് വന്നുള്ളതല്ലേ. അപ്പോൾ ഇവിടുത്തെ കുറച്ചൊരു മോർണിംഗ് ഒക്കെ എടുക്കാൻ വിചാരിച്ചു. അത് വിചാരിച്ചത്ര എടുത്തൊന്നുമില്ല. ഇവിടെ വന്നാൽ ആരെങ്കിലുമൊക്കെ സംസാരിക്കാനൊക്കെ വരും. പിന്നെ ഇത് നമ്മളെ മിഥു ഉണ്ടാക്കിയ സ്റ്റാറാണ് കേട്ടോ. ആൾ യൂട്യൂബിൽ നോക്കിയിട്ട് പേപ്പറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്താ പറയുന്നത്, കാലത്ത് ആണ് ഞാൻ ഇറ്റപ്പം തന്നെ പിള്ളേർ വന്നിട്ടു കേട്ടോ. അവിടെ ആകുമ്പോൾ ഞങ്ങൾ തൃത്തലൂരാകുമ്പോൾ ഞാൻ 6 മണിയാകുമ്പോൾ എനിക്കാറ്. കാരണം 9:15 സിനോജേട്ടന് ഫുഡൊക്കെ കൊണ്ടുപോകാൻ ചോറും എല്ലാം കാര്യങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ കാലത്ത് നേരത്തോടെ എനിക്ക് ഇവിടെ ഇപ്പോൾ ഒരു 7 മണിയാകുമ്പോൾ അമ്മ വിളി തുടങ്ങി. 7:15 7:30 കൂടിയിട്ട് അങ്ങനെ എണീറ്റ്. ഞാൻ എണീറ്റപ്പോൾ പിന്നെ അവരെയും അങ്ങനെ വിളിച്ചുണർത്തിയതാട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. കുറച്ച് പേർക്ക് കണ്ടിട്ടുണ്ട്, കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്, കുറച്ച് പേരൊന്നും വന്നിട്ടില്ല. അപ്പോൾ കാലത്തൊരു തിക്കം തിരക്കാണ്. കുഞ്ഞേട്ടൻ ബാത്റൂമിൽ കുളിക്കുന്നുണ്ട്. ചേട്ടൻ ഏകദേശം പോകാനായിട്ട് റെഡി ആവുന്നുണ്ട് കേട്ടോ. നമുക്കിന്ന് കാലത്ത് ഇലയിടയാണ് കേട്ടോ. ഇലയിട അത് തന്നെ നമ്മുടെ ഇലയിൽ മാവ് ഇത് വെച്ചിട്ട് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ചായയുടെ കടി. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ അമ്മ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അവിടെ അങ്ങനെ ഇങ്ങനത്തെ കടികളൊന്നും ഉണ്ടാക്കാറില്ല. ഒന്നാമത് എനിക്കറിയില്ല. പിന്നെ ഇലയൊക്കെ കിട്ടാൻ കുറച്ച് നമ്മൾ മുകളിൽ ഒരു വീടിൻ്റെ മുകളിൽ താമസിക്കുകയാണല്ലോ. താഴത്ത് ഓണർ. പക്ഷെ അവിടെയൊക്കെ ചോദിച്ചാൽ അവർ 1000 വട്ടമൊക്കെ തരും കേട്ടോ, അടുത്ത വീട്ടുകാരും. പക്ഷേ ഞാൻ അതുവരെ ചോദിച്ചിട്ടില്ല. ഒന്നാമത് എനിക്ക് ഉണ്ടാക്കാനായിട്ട് അറിയില്ല, അതാണ് വാസ്തവം. അപ്പോൾ ചേട്ടൻ ഏകദേശം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇലയുടെ എല്ലാം ഇത് എന്ന് വെച്ചിട്ട് കുട്ടൂസിന് പഠിക്കാനുണ്ട്. അപ്പോൾ അത് ചോദിച്ചിട്ട് അവൻ നിൽക്കണുണ്ടോ. അപ്പോൾ ഒരു ശർക്കരയും തേങ്ങയും നമ്മൾ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ ഇടയിൽ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പഞ്ചസാര ആക്കിയിട്ടുള്ളതാണ്. ചേട്ടൻ്റെ ചായ കൂടി കഴിഞ്ഞു. അപ്പോൾ കാലത്തെ തല്ലൂട്ടായിരുന്നു കേട്ടോ അത്. ചേട്ടൻ അടിച്ചു, കൊച്ചപ്പൻ അടിച്ചു, ചേട്ടൻ അടിച്ചു, കൊച്ചപ്പൻ അടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വർത്താനം ബഹളമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അത് കുഞ്ഞേട്ടൻ വന്നിട്ടുണ്ട്. അമ്മയാണെങ്കിലും കുഞ്ഞേട്ടനാണെങ്കിലും ക്യാമറ അവരെടുക്കണ്ടെന്ന് പറയട്ടാ. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എടുക്കും. ചേട്ടൻ പിന്നെ ആ സമയത്തിനും ചേട്ടൻ നേരത്തോടെ ജോലിക്ക് പോകണം. അപ്പോൾ ചേട്ടൻ ഞാൻ ഇനിറ്റ് വരുമ്പോഴത്തേനും ചേട്ടൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അങ്ങനെ ചായ കുടിച്ച് ചേട്ടൻ അങ്ങനെ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ വേഗം ഞാൻ പിള്ളേർക്കും ഉള്ള ഫുഡ് വേഗം എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഇവിടെ നേരത്തോടെ എല്ലാം കഴിയണതാണ്. ഒരു 10:30-11 മണിക്കൊക്കെ ഞാൻ തൃത്തല്ലൂരുള്ളപ്പോൾ ഇവിടേക്ക് വിളിച്ചാൽ ഇവർ മിഥു അമ്മ എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടാവട്ടെ. ഇപ്പം ഞാൻ വന്നപ്പോൾ മൊത്തത്തിൽ ഇവർക്ക് നേരം വൈകി. കാരണം ഞാനും അമ്മയും കുറേ നേരം സംസാരിച്ചിരിക്കും. പിന്നെ അമ്മ കുറച്ച് നേരം പണിയെടുക്കും. 8:30 ഇപ്പോഴും ഞങ്ങൾ ചായ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുഞ്ഞേട്ടൻ കൂലിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അച്ഛൻ്റെ ചെറിയ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ പിന്നെ ഇവിടെ പിന്നെ ഒരു തല്ലൂട്ടം കഴിഞ്ഞിട്ട് 2 ആൾ ഗ്യാപ്പ് ഇട്ടിട്ട് ഇരുത്തിയേക്കാണ് കേട്ടോ. പിന്നെ കുഞ്ഞേട്ടൻ പോണ നേരമായി. ചേട്ടൻ പോണ ടൈമിൽ എനിക്ക് ആ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഫോണപ്പോൾ ചാർജ് ചെയ്യാൻ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ആരെങ്കിലും ഇറങ്ങുമ്പോഴൊക്കെ ഭയങ്കര ചാറ്റ് കൊടുക്കലും. അത് 4 പേരും കേട്ടോ. അവർ 2 പേരോടെ ഇല്ല, വെക്കേഷനായ കാരണം ഇത് വീട്ടിലാണല്ലോ. പക്ഷെ ആ ഒരു ഒച്ചയും ബഹളം തീരില്ല. അവരും കൂടെ ഉണ്ടായി നല്ല ബഹളമൊക്കെ ആവും. അപ്പോൾ പിന്നെ അങ്ങനെ കുഞ്ഞേട്ടൻ പോയി. അപ്പം തന്നെ ഞങ്ങൾ ചായ കുടിക്കാനിരുന്നു കേട്ടോ. ഞാനും അമ്മയും കൂടെ. ഞങ്ങളിവിടെ മൊത്തത്തിൽ കിച്ചണിലാണ് ഇരിക്കുക എല്ലാവരും. അപ്പം അമ്മയും ഇതുവാണെങ്കിലും കിച്ചണിലാണ് ഇരിക്കുക. ചേട്ടന് തണ്ടലിലെ പ്രശ്നമുള്ള കാരണം ചേട്ടന് താഴെ അങ്ങനെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചേട്ടൻ മേശമനത്തിലാണ് കഴിക്കാൻ കേട്ടോ. കുറേ ടൈം കഴിഞ്ഞു. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുത്തില്ലല്ലോ എന്നിട്ടാ. അങ്ങനെ പിന്നെ കുട്ടൂസ് പിള്ളേരൊപ്പം കളിക്കാൻ പോയിട്ട് അവിടെ നിന്ന് 2-3 മാങ്ങ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഇവിടെ വരുമ്പോഴായിട്ട് ഇങ്ങനെ മാങ്ങ കിട്ടുക. അവിടെ അങ്ങനെ വല്ലാണ്ട് മാങ്ങയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പം ഞാനത് വേഗം അരിഞ്ഞുപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് നമ്മുടെ പണ്ടത്തെ ഏർപ്പാട് നന്നായി ഇതാക്കി ഇട്ട് കൊടുത്തു. അപ്പം അമ്മ ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചീത്ത അറിയുന്നുണ്ട് കേട്ടോ. ഈ നേരം വരെ അവൾ കുളിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന മെയിൻ അടിച്ചൊരു തുടയ്ക്കുക, പിന്നെ അലക്കൽ കുഴപ്പമില്ലാണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അമ്മ പറഞ്ഞ് ഞാൻ അലക്കിക്കോളാൻ പറഞ്ഞു. ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ അടുത്ത് ഡെലിവറി കഴിഞ്ഞ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവളൊക്കെ കാണാൻ പോയി. പിള്ളേർക്ക് ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞിട്ട് ദേ അവിടെ ഊഞ്ഞാല കിടന്ന് ആടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ നാട്.
ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വേഗം ഞാൻ പോയി കുളിച്ചു. ഇനി അമ്മയുടെ വയറിന് ചീത്തയൊക്കെ ഉണ്ടല്ലോ വെച്ചിട്ട് വേഗം പോയി കുളിച്ചിട്ടാ. എന്താ മിററിൻ്റെ ഒക്കെ ഒരു അവസ്ഥ അല്ലേ. ഇവിടെ അങ്ങനെ ആരും ഉപയോഗിക്കാത്ത കാരണം അമ്മയുള്ളൊക്കെ എടുക്കാം. അപ്പം പിന്നെ അതങ്ങനെ തുടക്കൽ ഞാനൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഇരുന്ന് പരിപാടി ഇട്ടായി തുടക്കൽ ഫോട്ടോ എടുക്കലൊക്കെ. അങ്ങനെ പിന്നെ ചോറുണ്ടായിട്ട് ഇരുന്നു. ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് മീൻ കറിയാണ് കേട്ടോ. മീൻ എന്ത് മീനാണെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു സ്പെഷ്യൽ, എന്തോ ഒരു കുഴപ്പമില്ലാത്ത മീനാണ്. അപ്പം പിന്നെ ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നു. ക്യാബേജ് ഉപ്പേരിയും പിന്നെ വേറെ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് ഇപ്പോഴാണ് ആലോചിക്കണം, ക്യാമറ ഞാനത് ഇങ്ങനെ പിടിച്ചിട്ടുള്ളത്. ഇപ്പം എന്തായാലും ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ ചേട്ടൻ പോയി എനിക്ക് കൊച്ചാപ്പിള്ള കരച്ചിലാട്ടത്. ഇഷ്ടല്ലേ? ഞാൻ പോട്ടെ പോട്ടെ മൊത്തത്തിലേക്ക് പോട്ടെ. നീ വരില്ല? അമ്മേനെ ഇഷ്ടല്ല അല്ലേ? ഇഷ്ടണ്ടാ? എത്ര ഇഷ്ടമുണ്ട്? ഒരു സാധനം തരാം. എത്ര ഇഷ്ടമുണ്ട്? തൊട്ടോ മിഠായി എടുത്തറ. എത്ര ഇഷ്ടമുണ്ട്? 3 അല്ല, പിന്നെ എത്ര ഇഷ്ടമുണ്ട്? 5 അല്ല, പിന്നെ എത്ര ഇഷ്ടമുണ്ട്? 3 ശബ്ദം. അത് കൂടി ഇഷ്ടണ്ടാ? ഇല്ല വേണ്ട. അതിൻ്റെ ഉണ്ടല്ലോ. ബായ് പറഞ്ഞ